2 കോടിയുടെ സ്വർണ്ണം മോഷണം പോയ സംഭവത്തിൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ പോലീസ് പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പരിശോധന. ജിബിൻ JB ആ വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ജിബിൻ, ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ സമയത്ത് മോഷണം പോകുന്നു, അതിലപ്പോൾ പരാതി ഉണ്ടാവുന്നില്ല. പരാതി ഈ കഴിഞ്ഞ ആഴ്ച മാത്രം പരാതി ഉണ്ടാവുന്നു. അതും എന്താണ്, ഇതിനകത്ത് കടക്കാൻ തന്നെ പ്രയാസമാണ്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. കമ്മീഷണറുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് ജിബിനിലേക്ക് എത്താം. ആദ്യം അന്വേഷിക്കട്ടെ, കേസ് എടുത്തിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ബാക്കി പിന്നെ നോക്കാം. ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ ഡൗട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ജിബിൻ, നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഗേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അത് കടക്കാൻ തന്നെ പ്രയാസമാണ്. അത് കടന്ന് ഒരു പ്രധാനപ്പെട്ട റൂമിനകത്ത് ഒരു ഇരുമ്പ് പെട്ടിക്കകത്തിരുന്ന 2 കോടിയുടെ സ്വർണം ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് മൊത്തത്തിൽ ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള സംഭവമാണ്. പോലീസ് അത് വിശദമായി അന്വേഷിക്കുകയാണ്, അല്ലേ? ഹാഷ്മിയ തന്നെയാണ്. കാരണം ഈ കവടിയാർ കൊട്ടാരം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. 24 മണിക്കൂറും പോലീസിന്റെ പെട്രോളിങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെയാണ് ഈ കൊട്ടാരത്തിന്റെ അകത്ത്, അതായത് 150-ൽ പരം മുറികളുള്ള ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ തെക്കേ ഭാഗത്തിലെ 2ാമത്തെ നിലയിലുള്ള ഗൗരി ലക്ഷ്മി ബായിയുടെ മുറിയിലെ ഇരുമ്പലമാരിയിൽ നിന്നാണ് ഈ 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2025 ഒക്ടോബറിനും നവംബറിനും ഇടയിലാണ് പുറത്തുനിന്ന് ആരോ ഒരാൾ കൊട്ടാരത്തിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറി ഇത്രയും വലിയൊരു മോഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഏകദേശം 4 മാസത്തോളം കഴിഞ്ഞാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഈ സ്വർണം മോഷണം പോകുന്ന സമയത്ത് ഇവർ ബംഗളൂരിൽ ഒരു ആവശ്യത്തിനായി പോകുന്ന സമയത്താണ് ഈ സ്വർണം നഷ്ടമായതായിട്ടുള്ള വിവരം അറിയുന്നത്. തുടർന്ന് ബംഗളൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയ ശേഷം കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 4 മാസത്തോളം പരിശോധന നടത്തി. അതിനുശേഷം ഇവയൊന്നും തന്നെ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ ആഴ്ച പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ആദ്യം ഇതൊരു കേസായി എടുക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു കൊട്ടാരത്തിന്റെ താല്പര്യം. പക്ഷേ ഇത് പിന്നീട് അങ്ങനെ കേസായി എടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് പോലീസിന് തന്നെ തലവേദനയാവുമെന്ന് കണ്ടുകൊണ്ടാണ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി പേരൂർക്കട പോലീസിന് കൈമാറുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഈ അന്വേഷണം ആരംഭിച്ച് ഏകദേശം ആദ്യം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൊക്കെ കൊട്ടാരത്തിലേക്ക് എത്തുകയും കൊട്ടാരത്തിലെ ജീവനക്കാരുടെയും കൊട്ടാരവാസികളുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മുറി, ഗൗരി ലക്ഷ്മിബായിയുടെ മുറി ഇരിക്കുന്നത് മറ്റാർക്ക് പ്രവേശനമില്ലാത്ത ഒരു ഏരിയയാണ്. കാരണം ഈ കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത് 2ാമത്തെ നിലയിലാണ് ഈ ഒരു മുറിയുള്ളത്. അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് ഈ കൊട്ടാര കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ചില പ്രത്യേക കൊട്ടാര ജീവനക്കാർക്കും മാത്രമാണ്. പുറത്തുനിന്നുള്ള ആർക്കും അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കില്ല. അത് മാത്രമല്ല CCTVയുടെ ദൃശ്യങ്ങൾ ലഭിക്കത്തക്ക CCTVകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു മേഖല കൂടിയല്ല. കാരണം കൊട്ടാരത്തിന്റെ അകത്ത് തന്നെയുള്ള ഏറ്റവും സുരക്ഷാ മേഖലയിലാണ് ഈ ഒരു മുറിയുള്ളത്. അപ്പോൾ ഇരിക്കുന്ന ഒരു അലമാരയ്ക്കകത്തുനിന്ന് സ്വർണം പോയി എന്നാ പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും പോകുന്ന പോലല്ലോ, കൊട്ടാരമില്ല ഒന്നുമല്ലല്ലോ. അപ്പോൾ അത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോഴത്തേക്കും അതിന് അവിടെ ഇരുന്ന് 2 കോടിയുടെ സ്വർണ്ണം കാണുന്നില്ല എന്നൊക്കെ അങ്ങ് പറയുന്നത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പുറത്തുനിന്ന് റോഡിൽ കൂടെ പോയൊരു വഴിയാത്രികൻ അകത്ത് കയറി സ്വർണ്ണം എടുത്ത് അങ്ങ് പോയി എന്ന് പറയാൻ പറ്റുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.